ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സർവ്വശക്തനായ യഹോവയുടെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു നാമം എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ക്രിസ്തു യേശുവിൽ ജീവോത്സവമായി എല്ലായിടത്തും എല്ലായ്പ്പോഴും നടത്തുന്ന ദൈവകൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം യഹോവ സഹായിച്ച്, ഇത്രത്തോളം ദൈവം നടത്തി, എല്ലാ നന്മയ്ക്കും സ്തോത്രം, നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ദൈവത്തിൽ നിന്ന് എനിക്ക് നൽകിയൊരു ആലോചന, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 106 അതിന്റെ 12-ാമത്തെ വാക്യം. അവർ അവന്റെ വചനങ്ങളെ വിശ്വസിച്ചു, അവനു സ്തുതി പാടുകയും ചെയ്തു. സ്തോത്രം. 13-ാമത്തെ വാക്യം. എങ്കിലും അവർ വേഗത്തിൽ അവന്റെ പ്രവൃത്തികളെ മറന്നു, അവന്റെ ആലോചനയ്ക്ക് കാത്തിരുന്നതുമില്ല. ഇത് ഈ 2 വാക്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതൊരു ഭക്തമായ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. അതുകൊണ്ടാണ് ദൈവം ഈ കൃപായുഗത്തിൽ ഈ ബൈബിൾ എന്ന് പറഞ്ഞ് ഇത്രയും മിറക്കിളായിട്ടുള്ളൊരു ബുക്ക് ഈ ഭൂമിയിൽ വേറെയില്ല എന്ന് അനേകർ പ്രസംഗിച്ചതുപോലെ തന്നെ എനിക്കും പറയാൻ പറ്റും. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന അത്ഭുത സാക്ഷ്യങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾക്കൊരു സ്തോത്രം ബലം ലഭിക്കാൻ തക്കവണ്ണം ഇടയാകുന്നുണ്ട്. എന്നാൽ അതിനകത്ത് ദൈവത്തിൻ്റെ വചനങ്ങൾ വിശ്വസിക്കുകയും അവനായിട്ട് കാത്തിരിക്കുകയും ചെയ്യുന്നവരെയും, വിശ്വസിച്ച് സ്തുതിപാടി വേഗത്തിൽ അവനെ മറന്നുപോയവരെയും 2 സാക്ഷ്യങ്ങൾ നമ്മൾ ഈ ബുക്കിൽ കാണുന്നുണ്ട്. ഒന്ന് അനുസരിച്ചവരുടെ സാക്ഷ്യങ്ങൾ, അവരുടെ നന്മയുടെ അടയാളങ്ങൾ. ഒന്ന് അനുസരിക്കാത്തവരുടെ തിന്മയുടെ അടയാളങ്ങൾ. 2 അടയാളങ്ങൾ നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. സ്തോത്രം. നമ്മുടെ മുമ്പിൽ ദൈവം 2 വഴിയും വെച്ചിട്ടുണ്ട്. ഏത് തിരഞ്ഞെടുക്കണം? വചനം പറയുന്നു, അനുസരിക്കുന്നത് യാഗത്തേക്കാൾ പ്രസാദം. സ്തോത്രം. ഇവിടെ അവന്റെ വചനങ്ങൾ വിശ്വസിച്ചിട്ട് സ്തുതി പാടുന്നവരെ നമ്മൾ കാണുന്നത്. ഇന്നും അങ്ങനെ തന്നെ. സ്തോത്രം. വാഗ്ദത്തങ്ങൾ കേൾക്കുമ്പോൾ സ്തുതി പാടി ആർപ്പിട്ട് കൈകൊട്ടുന്നവരെയും കാണാം. എന്നാൽ തെറ്റുകൾ തിരുത്താൻ വചനം വെളിപ്പെടുമ്പോൾ മിണ്ടാതിരുന്ന് തുറച്ചു നോക്കുന്നവരെ നമുക്ക് കാണാൻ പറ്റും. സ്തോത്രം. നമ്മൾ തെറ്റുകൾ തിരുത്താതെ എവിടെയും ദൈവം നമ്മൾ അനുഗ്രഹിക്കുന്നില്ല. മനം തിരിയാത്തവർ ഒരിക്കലും ദൈവം അനുഗ്രഹിക്കുന്നില്ല. നമ്മളവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടും അവർ അനുഗ്രഹമാകുന്നില്ല. സ്തോത്രം. കർത്താവ് യേശുക്രിസ്തുവിന്റെ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തു ആരോടും പറഞ്ഞാൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന്. സ്തോത്രം. എല്ലാവരുടെയും കുറവുകൾ തിരുത്താൻ കർത്താവ് പറഞ്ഞുകൊണ്ടിരുന്നു. അത് കർത്താവ് കുറവില്ലാത്തവനായതുകൊണ്ടാണ്. നമ്മൾ കുറവുള്ളവരാണ്. സ്തോത്രം. അപ്പം അവന്റെ വചനങ്ങൾ വിശ്വസിച്ചൊരു പാട്ടുപാട് ചെയ്തവരാണ് അവന്റെ പ്രവൃത്തിയിൽ മറന്നുപോയത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്തെല്ലാം പ്രവൃത്തി ചെയ്തിട്ടും നമുക്ക് തന്നെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ചിന്തിക്കണം, ദൈവം ഒന്നും നമ്മൾ ചെയ്തിട്ടില്ലേ? ചില സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മൾ ആ പ്രവൃത്തികൾ മറിഞ്ഞിട്ട് വേഗത്തിൽ മനുഷ്യരെ ആശ്രയിക്കുന്ന കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ദൈവത്തോട് ഒരു തീരുമാനമായിരുന്നു, ഞാൻ ചോദിക്കത്തില്ല, ഞാൻ ആശ്രയിക്കത്തില്ല. സ്തോത്രം. ദൈവമാ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാൻ പറയും, ദൈവമേ നീ എൻ്റെ ആശ്രയം. സ്തോത്രം. എനിക്ക് എൻ്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും എല്ലാം അറിയുന്ന കാലഘട്ടത്തിൽ ഞാൻ നന്നായിട്ട് പാട്ട് പാടുകയും ആരാധന സമയത്തൊക്കെ ഞാൻ നല്ലോണം ആരാധിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ എന്നെ നോക്കി പരിഹസിച്ച വിശ്വാസികളുണ്ട്. പ്രസംഗത്തിൽ കൂടെ ഞാൻ പോകുന്ന സഭയിലുള്ളവർ തന്നെ പ്രസംഗത്തിൽ കൂടെ എന്നെ പരിഹസിച്ചിട്ടുണ്ട്. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഞാൻ വിശ്വസിച്ചുകൊണ്ട് തന്നെ സ്തുതി പാടി അവന്റെ പ്രവൃത്തിയിൽ ഒരിക്കലും ഞാൻ മറന്നു. ഓരോരുത്തരുടെ സാക്ഷ്യങ്ങൾ കേട്ടും എനിക്ക് ഹൃദയം നിറയെ ഞാൻ സന്തോഷിക്കുകയും ചെയ്യും. ഞാൻ വിചാരിക്കും, ദൈവമേ ഇല്ല, ഒരിക്കലും ഒരു നാൾ ലജ്ജിച്ചു പോകുവാനോ തകർന്നു പോകുവാനോ നമ്മൾ ഇല്ലായ്മ ചെയ്യാനോ ആണെങ്കിൽ പാപികളായിട്ട് ഇരുന്ന നമ്മളെ ഉള്ളിൽ ഈ കർത്താവിന്റെ സ്നേഹം നിറയ്ക്കേണ്ട ആവശ്യം ദൈവത്തിനില്ല. സ്തോത്രം. അപ്പോസ്തലന്മാർ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളെ തന്നെ പരിശോധിച്ചറിവ്, നിങ്ങളിൽ ക്രിസ്തു ഇല്ലയോ ഇത് നിങ്ങളെ തന്നെ പരിശോധിച്ചറിവില്ലെന്ന്. സ്തോത്രം. നമുക്ക് വിശ്വാസം എന്ന് പറയുന്നത് കൃപയാൽ നമുക്ക് ലഭിച്ചതാണ്, നമ്മുടെ ഉള്ളിലേക്ക് ദൈവം തന്നതാണ്. അല്ലാതെ പറഞ്ഞ് പഠിപ്പിച്ചപ്പോൾ ഞാൻ അനവധി പേരുടെ വിശ്വാസത്തിന് അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ അവരെ നല്ല പ്രബോധനം കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോഴും മിക്ക ആൾക്കാരും എന്നോട് മിണ്ടാതെ, ഈ ഗ്രൂപ്പിൽ തന്നെയുണ്ട് മിണ്ടാതെ മാറി നിൽക്കുന്നവർ. പക്ഷെ അവരുടെ വിശ്വാസം ഞാൻ ഒന്നുകൂടെ അങ്ങ് ആഴത്തിലേക്ക് ഇറക്കാൻ വേണ്ടി നമ്മൾ ഫോഴ്സ് ചെയ്യണം. ഇപ്പോൾ ഞാൻ എന്നെ നീന്തൽ പഠിപ്പിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ എന്നെ വെള്ളത്തിൽ തെള്ളിയിടുക ചെയ്യുന്നത്. ഞാൻ പേടിച്ചിട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങത്തില്ല. അപ്പം എന്ത് ചെയ്യും, എൻ്റെ അമ്മ തെള്ളിയങ്ങിടും. അത് ഞാൻ വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ വേണ്ടിയല്ല എൻ്റെ അമ്മ തെള്ളിയിട്ടത്.
സ്തോത്രം. ആ വെള്ളത്തിനകത്ത് വീഴുമ്പോൾ നീന്തം പഠിക്കാൻ വേണ്ടിയാണ്. അത് ഞാൻ നല്ലൊരു നീന്തൽക്കാരിയായിരുന്നു. സ്തോത്രം. അപ്പോൾ നമ്മളെ ഒരു പ്രശ്നത്തിലെ ദൈവം ഒരു പ്രശ്നം നടുക്കിൽ കൊണ്ട് നിർത്തുന്നത് നമ്മൾ ആ പ്രശ്നത്തിനകത്ത് തകർന്നു പോകാനല്ല. ദൈവത്തിന്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ദൈവം കാണാനാണ്. ഒരു സാക്ഷി ഉളവാക്കും. എനിക്കൊരു സാക്ഷ്യം വന്ന് ഇനി ആ സാക്ഷ്യം എൻ്റെ ദൈവത്തില് പ്രശ്നം വന്ന് അതൊരു സാക്ഷ്യമായി മാറിയപ്പോൾ അതേ പ്രശ്നമുള്ളവർ എനിക്ക് ആ പ്രശ്നത്തിൽ സാക്ഷ്യമാക്കി നിർത്താൻ പറ്റും. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് വേഗത്തിൽ പ്രവൃത്തിയിൽ മറന്നു പോകുന്ന ഒരു തരം വിശ്വാസമാണ് നമ്മളിപ്പോൾ കാണുന്നത്. സ്തോത്രം. ദൈവമൊക്കെ ആഴത്തിലുള്ള വിശ്വാസം ഉണ്ടോ എന്ന് നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കാം. വേദനയാകട്ടെ, ദുഃഖമാകട്ടെ, പ്രയാസമാകട്ടെ. ഞാനിത് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഇടത്തെ കൈക്ക് 2 വർഷം ഞാൻ വേദന അനുഭവിച്ചായിരുന്നു. ആ കൈ പുറകോട്ട് തിരിക്കാൻ പറ്റത്തില്ല, മേപ്പോട്ട് പൊക്കാൻ പറ്റത്തില്ല, ആ കൈ കൊണ്ടൊന്നും എടുക്കാൻ പറ്റത്തില്ല. വേദന വരുമ്പോഴെല്ലാം ഞാൻ യേശുവേ സ്തോത്രം സ്തോത്രം ഇങ്ങനെ ശക്തിയോടെ കയ്യെ പിടിച്ചങ്ങ് സ്തോത്രം ചെയ്യുമായിരുന്നു. 2 വർഷം ഞാനത് സഹിച്ചു. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ആ കൈ വേദനയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? തലേ രാത്രി ഞാൻ ഉറങ്ങിയപ്പോൾ കർത്താവ് എന്നെ വന്ന് തൊട്ട് സൗഖ്യമാക്കി. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ 2 വർഷം ഞാൻ സഹിച്ചായിരുന്നു ആ വേദന. സ്തോത്രം. ഞാനത് എപ്പോഴും ഓർക്കും. അപ്പൊ അങ്ങനെ അപ്പൊ ആ വേദന സഹിച്ചപ്പോൾ എനിക്കതിനകത്ത് ഇത് വന്നെങ്കിൽ ഏത് വേദന വന്നാലും അതിനകത്ത് നമുക്കൊരു വിടുതലുണ്ട്. പക്ഷെ ഇവിടെ കാണുന്നത് വിശ്വസിച്ച് പാട്ടുപാടിയവരാണ് ദൈവത്തിന്റെ പ്രവൃത്തിയിൽ മറന്നു പോകുന്നത്. ഇപ്പോഴും നമ്മുടെ മുമ്പിൽ വിശ്വസിച്ച് പാടുന്നവരെ കാണാം. സ്തോത്രം. മുമ്പന്മാരും പിമ്പന്മാരും മുമ്പന്മാർ ആകും എന്നുള്ള വചനമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നെക്കാളും മുമ്പേ വന്ന് എത്രയോ വിശ്വാസികൾ പാട്ടുപാടി വിശ്വസിച്ചു. പക്ഷെ ഇന്ന് അവരുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റും പെരുവളൊക്കെ വരുമ്പോൾ അവരുടെ വിശ്വാസത്തെ ഞാൻ കാണാം. അവരൊക്കെ എന്നെ വിശ്വാസം പറഞ്ഞ് ഉറപ്പിച്ച് പഠിപ്പിച്ചവരാണ്. പക്ഷെ അവരുടെ വിശ്വാസം അവരുടെ ജീവിതത്തിൽ കാണാനില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നൊരു അമ്മാമ്മ മുട്ടുവേദനയും കാര്യങ്ങളായിട്ട് പ്രയാസപ്പെട്ട്. അപ്പൊ ഞാൻ കൂടെയുള്ള സമയം വരെയും അവർ മുട്ടിന് ഓപ്പറേഷൻ ചെയ്യാനോ ഇത് വരാനോ ഒന്നും ആയില്ല. ആ മുട്ടും കൊണ്ട് അവർ നടക്കുകയും യാത്രയോ അല്ലെങ്കിൽ എല്ലാത്തിനും ആ കൃപ അവരുടെ മേൽ വ്യാപരിച്ചുകൊണ്ടിരുന്നായിരുന്നു. അവരൊക്കെ എന്നെ വിശ്വാസത്തിലേക്ക് ഒരുപാട് ഉറപ്പിച്ച് അതുപോലെ എനിക്ക് മുട്ടുവേദനയും കാലുവേദനയും വന്നപ്പോൾ ഞാൻ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും എടുക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഞാൻ കേട്ടു അവരെ പോയി ഓപ്പറേഷൻ ചെയ്തു. ഇത് ചെയ്തു. പക്ഷെ എൻ്റെ മുട്ടിന് ഓപ്പറേഷൻ ചെയ്തില്ല. എൻ്റെ മുട്ടും എൻ്റെ കാലും ഇപ്പോഴും കർത്താവ് തൊട്ട് സൗഖ്യമാക്കി ഞാൻ നടക്കുന്നുണ്ട്. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം. വിശ്വസിച്ച് പാട്ട് പാടിയാൽ മാത്രം പോരാ ദൈവമക്കളെ. നമ്മളെ വിഷയം വരുമ്പോൾ വേദന എന്തും ആകട്ടെ, ഏത് വേദനയും സഹിക്കാൻ പറ്റുകയാണ് കർത്താവ് എല്ലാ വേദനയും സഹിച്ചു. കർത്താവ് സഹിക്കാത്ത വേദന എന്തെങ്കിലും കാൽവരി കുരിശിലുണ്ടോ? അവൻ്റെ ദേഹത്തിൽ മുറിവ് പറ്റാത്ത ഏതെങ്കിലും ഒരു ഭാഗമുണ്ടോ? തലയിൽ രോഗം മാറാൻ വേണ്ടി തല നിറച്ചും മുൾക്കിരീടം തറച്ചത് നമ്മുടെ തലയിൽ വരുന്ന രോഗങ്ങൾ മാറാനാണ്. നമ്മുടെ ദേഹത്തിൽ വരുന്ന എല്ലാ അവയവങ്ങൾക്കും രോഗം മാറാനാണ് ദേഹത്തിലെ സകല മുറിവുകൾ അവൻ കൈക്കൊണ്ടത്. സ്തോത്രം. നമ്മൾ ഹാർട്ടിന്റെ പ്രശ്നം പ്രയാസം വരുമ്പോൾ ഹാർട്ടിന്റെ എല്ലാം ക്ലിയർ ചെയ്യാനാണ് അവന്റെ ഹൃദയത്തിനകത്ത് മുറിഞ്ഞത്. അകത്ത് വന്ന മുറിവ് എങ്ങനെയാന്ന് വെച്ചാൽ പുറത്തുനിന്നേ കുത്തി തുളച്ച് എന്നുവെച്ചാൽ ആ ഹൃദയം രണ്ടായി പിളർന്നു പോയി. അതെന്തിനു വേണ്ടിയാ? സ്തോത്രം. നമ്മൾ അകത്തുള്ള മുറിവ് സൗഖ്യമാക്കാനാണ്. ഇതെല്ലാം കർത്താവ് ചെയ്ത പ്രവൃത്തിയിൽ നമ്മൾ വേഗത്തിൽ മറന്നു പോകുന്നത് അങ്ങനെ കഴിയും. വിശ്വസിച്ച് സ്തുതി പാടുന്നവരെ പ്രവൃത്തിയിൽ മറന്നു പോകല്ലേ. കർത്താവ് ആർക്ക് വേണ്ടിയാ മരിച്ചത്? സ്തോത്രം. പാപികളായ നമ്മൾക്ക് വേണ്ടി. സ്തോത്രം. എന്തിനാണ്? നമ്മൾ നിത്യജീവൻ ഉറപ്പാക്കാൻ വേണ്ടി. നമ്മൾ എല്ലാ വേദനയും ജയിക്കാൻ വേണ്ടി. സ്തോത്രം. കർത്താവ് സഹിച്ച വേദനയുടെ ഒരു അംശം പോലും നമ്മൾക്ക് കർത്താവ് തന്നിട്ടില്ല. കർത്താവ് സഹിച്ച പരിഹാസത്തിന്റെ ഒരു അംശം പോലും നമ്മൾ കേട്ടിട്ടില്ല. കർത്താവ് ദാഹിച്ച് വലഞ്ഞതുപോലെ നമ്മൾ ഒരു നേരം പോലും ദാഹിച്ച് നമ്മൾ വലഞ്ഞിട്ടില്ല. സ്തോത്രം. അവന്റെ ഉപകാരം നിങ്ങൾ ഒരിക്കലും നമ്മൾ മറക്കല്ലേ. സ്തുതി പാടിയാൽ മാത്രം പോരാ, ചെയ്തത് മറക്കാതിരിക്കട്ടെ. ഈ വചനങ്ങൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എവിടെ നിന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.